ഹലോ ഗായ്സ്, ഞാൻ കൂലി പടത്തിന് അന്നിന് പോയി. ബട്ട് സിക്കായി ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഞാൻ അന്ന് തന്നെ റിവ്യൂ എടുത്ത് അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം, ഉറങ്ങിയാണ്ട് ഇരുന്ന് പോസ്റ്റ് ചെയ്യണം എന്തൊക്കെയായിരുന്നു. ബട്ട് പറ്റിയില്ല. ഇപ്പോഴും എൻ്റെ വോയിസ് ഞാൻ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പനിയൊന്നുമില്ല, ജലദോഷം എല്ലാം ഈ വെതറിൻ്റെ ഫുള്ള് മഴയാണ് ഈ വീക്കെൻഡ്. അങ്ങനെ അപ്പോൾ കൂലി പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബ്ലൂപ്പേഴ്സ് എന്താ പറയുക, അവിടെ എന്താ ആ മൂവിയിലുള്ള സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. അല്ലാണ്ട് എൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ലോകേഷ് കനകരാജ് വിക്രം സിനിമയിൽ ഒരു ബാർ സെറ്റ് ചെയ്തു. അതിനെ ഒപ്പം അല്ലെങ്കിൽ അതിൻ്റെ മേലെ പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ലിയോ സിനിമ കാണാൻ പോയപ്പോഴും 2 വട്ടം പോയി കണ്ടു, അത് വേറെ കാര്യം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി കമൽഹാസൻ ഫാനാണ്, വിജയ് ഫാനാണ്, അല്ലെങ്കിൽ നമ്മുടെ തലവറുടെ ഫാനാണ് എന്നുള്ള രീതിയിലല്ല ഞാൻ സിനിമ പോയി കാണുക. ഐ ഗോ വാച്ച് മൂവി ഫോർ ദ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മൂവിയുടെ സ്റ്റോറി. അതായത് പണ്ട് സമയത്തൊക്കെ വിജയുടെ പടം അല്ലെങ്കിൽ ഇത് എന്താ പറയുക, സൂര്യയുടെ പടം എന്നുള്ള രീതിയിലൊക്കെ പോയി കാണും. ബട്ട് ഇപ്പോൾ മേ ബി വളർന്നുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, ഐ വാച്ച് മൂവീസ് ആൻഡ് ഐ ഗെറ്റ് ഹാപ്പി ഫോർ ദ സ്റ്റോറി. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു സാധാരണ സ്റ്റോറിയാണ്. പിന്നെ ഇത്രയും ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ടുള്ള ഫീലിംഗ് ആണ്, ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള മൂവീസോ അല്ലെങ്കിൽ ഓവർ ബഡ്ജറ്റ് ആയിട്ടുള്ള മൂവീസ് ഒന്നും എന്താണെന്നറിയില്ല എക്സ്പെക്റ്റേഷൻ ലോയിൽ വെച്ചിട്ട് വേണം പോയി കാണുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ സിനിമ കൊള്ളില്ല എന്ന് ഞാൻ പറയില്ല. സിനിമാറ്റോഗ്രാഫി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗബിൻ പറയേ വേണ്ട, ഹി ഹാസ് ഡൺ എ ഡിഫറെൻറ്റ് തിങ് ആൻഡ് നല്ല രസമുണ്ട്. എപ്പോഴും സൗബിൻ്റെ ആക്ടിങ്ങിനെക്കാട്ടിലും എനിക്ക് ആ ഡാൻസ് പെർഫോമൻസ് ആണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് എനർജി ഫ്രം ഹിം. അതുകൊണ്ട് ഇറ്റ് വാസ് എ വാവ് ഫാക്ടർ. ഇപ്പോഴും എനിക്കതാണ് വാവ് ഫാക്ടറായിട്ട് തോന്നുന്നത്. മൂവി പറയുകയാണെങ്കിൽ സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ലാഗ് അവിടെ ഉണ്ട്. ബട്ട് നമ്മളെ എന്താ പറയുക, അടുത്തെന്താ അല്ലെങ്കിൽ എങ്ങനെയോ എന്നൊക്കെ തോന്നിപ്പിക്കും. ബട്ട് ആസ് എ ഹോൾ സ്റ്റോറി നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ സിമ്പിൾ നോർമൽ സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഐ തോട്ട്, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ആമീർ ഖാൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് വച്ചിരിക്കാം എന്ന്. അത് മേ ബി വുഡ് ഹാവ് മെയ്ഡ് ദാറ്റ് അത് ആ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ ഒരു ആഡപ്പായിട്ട് വന്നേനെ, ലൈക്ക് വിക്രമിലെ സൂര്യ പോലെ. ഐ ഓൾവേസ് വാണ്ടഡ്, അതായത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ലിയോ മൂവി കാണുമ്പോൾ ഈശ്വര ഇതിലാരെങ്കിലും ഇതുപോലെ ഉണ്ടാവുമോ എന്ന്. ബട്ട് അതിൽ ആളുണ്ടായിരുന്നില്ലെങ്കിലും ആ ഒരു ഹൈനയുടെ സീനില്ലേ, അതായത് ലാസ്റ്റ് ഫൈറ്റ് സീനിൽ ഇതേപോലെ തൃശയും മകളും ഇങ്ങനെ പേടിച്ചിട്ടിരിക്കുമ്പം വിജയ് ഒരു സൗണ്ട് അങ്ങനെ എന്തൊരു സാധനം ഇടുമ്പോഴത്തേക്ക് ഹൈനി ഇങ്ങനെ വരുന്നൊരു മൊമെൻറ്റില്ലേ, അതിന് ഭയങ്കരമായിട്ട് പുല്ലരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വിക്രം സിനിമയിൽ സൂര്യയുടെ എൻട്രി ഒരു പുല്ലരിപ്പായിരുന്നു. അതുപോലെ ഈ സിനിമയിൽ പുല്ലരിച്ചതായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയും ഇൻറ്റൻസ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഒരു സീക്വൻസിൽ എനിക്കത് തോന്നിയത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തോന്നാലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, കണ്ടവരുണ്ടെങ്കിൽ എന്തായിരിക്കും എനിക്ക് ഫീൽ ചെയ്ത ഒരു മൊമെൻ്റ് എന്ന് പറ്റിയാൽ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. 1 ടൈം വാച്ച്, റിപ്പീറ്റ് ഞാൻ വാച്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൂവിയാണ്. ഐ എം എക്സ്പെക്ടിങ് മോർ. ആൻഡ് എന്താ പറയുക,
എനിക്കിഷ്ടമുള്ളൊരു യൂട്യൂബറുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഐ എം വെയിറ്റിംഗ് ഫോർ വിക്രം 2, ഖൈദി 2, അതിലൊക്കെ പെട്ടെന്ന് ഇറക്ക് പ്ലീസ്. അങ്ങനെ ആ മൂവീസൊക്കെ സൂര്യൻ്റെ റോളൊക്കെ ടൂ മച്ച് ആയിട്ട് ഞാൻ ലുക്ക് ഫോർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു സന്തോഷം ആ ഫിലിമിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. സോ യാ, ദിസ് ഈസ് മൈ റിവ്യൂ. ഇന്നെങ്കിലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അമിതമായി ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഓക്കെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു കണ്ടന്റ് എന്ന് പറയുന്നത്, അടുത്ത വീഡിയോ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ശോക കഥയാണ് ഗൈസ്. അതായത് എനിക്കൊരു വിഷമം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവമാണ്. ആ വിഷമം എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. Until then, bye from the ALM Tales. Please subscribe, please.